എല്ലാ മാന്യപ്രേക്ഷകർക്കും ശ്രീഭദ്ര ജ്യോതിഷത്തിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം. പുതിയ കൊല്ലവർഷമായ കൊല്ലവർഷം 1200 ഈ അടുത്ത ഒരു വർഷം എങ്ങനെയാണ് ഓരോ നക്ഷത്രക്കാർക്കും ഫലമുണ്ടാകുന്നത് എന്നുള്ള ഒരു വിശകലനമാണ് നമ്മൾ ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഉത്രാടം നക്ഷത്രക്കാരുടെ അടുത്ത ഒരു വർഷത്തെ ഫലമാണ് നോക്കാനുള്ളത്. അതായത് കൊല്ലവർഷം 1200 ചിങ്ങം 1 മുതൽ കർക്കടകം 31 വരെയുള്ള ഫലമാണ് നമുക്ക് നോക്കാനുള്ളത്. അപ്പോൾ ഈ ഉത്രാടം നക്ഷത്രത്തിൻ്റെ പ്രത്യേകത എന്താണ്? 2 കൂറുകളിൽ ഉൾപ്പെട്ട് വരുന്ന നക്ഷത്രമാണ്. ആദ്യത്തെ കാൽഭാഗം ധനുക്കൂറിലും അവസാന മുക്കാൽ ഭാഗം മകരക്കൂറിലുമായിട്ടാണ് വരുന്നത്. അപ്പോൾ ഈ 2 കൂറുകളുടെ സ്വഭാവങ്ങൾ തമ്മിൽ തന്നെ വളരെയേറെ അന്തരമുണ്ട്. പിന്നെ രണ്ടിൻ്റെയും രാശിനാഥന്മാർ തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. വ്യാഴമാണ് ധനുക്കൂറിൻ്റെ നാഥനെങ്കിൽ ശനിയാണ് മകരക്കൂറിൻ്റെ നാഥൻ. അപ്പോൾ ആ ഗ്രഹങ്ങളുടെ സ്വഭാവങ്ങൾ തമ്മിലുള്ള വ്യത്യാസം ഈ 2 കൂറുകളിലും പെട്ട ഉത്രാട നക്ഷത്രക്കാർക്ക് അനുഭവപ്പെടും. ധനുക്കൂറിലേത് കുറച്ച് സാത്വിക ഭാവമാണെങ്കിൽ മകരക്കൂറിൽപ്പെട്ട ഉത്രാട നക്ഷത്രക്കാർക്ക് രാജസഭാവമായിരിക്കും കൂടുതൽ മുന്നിട്ട് നിൽക്കുന്നത്. അതായത് ഭൗതികതയോടുള്ള കൂടുതലൊരു ആവേശം അവർക്ക് ഉണ്ടായിരിക്കും. അപ്പോൾ എന്താണെങ്കിലും അവരുടെ താൽക്കാലിക ഗ്രഹനില നോക്കുമ്പോൾ ധനുക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ശനി 3-ലും വ്യാഴം 6-ലുമായിട്ടാണ് വരുന്നത്. അതായത് വ്യാഴം ഇടവത്തിലൂടെ സഞ്ചരിക്കുന്നു, ശനി കുംഭൻ രാശിയിലൂടെ വക്രത്തിൽ സഞ്ചരിക്കുന്നു. അപ്പം കുംഭൻ രാശി എന്ന് പറയുന്നത് ശനിയുടെ മൂലത്രികോണമായതുകൊണ്ട്, പിന്നെ 3-ാം ഭാവത്തിലൂടെ ശനി സഞ്ചരിക്കുന്ന കാലമായതുകൊണ്ടും ശനി വളരെ ഗുണകരമായിട്ടാണ് അനുഭവപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൃഷിഭൂമിയിൽ നിന്നുള്ള ആദായം വർദ്ധിക്കും. ഫാമൊക്കെ നടത്തുന്ന അല്ലെങ്കിൽ കൃഷിയെ ആസ്പദമാക്കിയുള്ള ബിസിനസ്സുകൾ ചെയ്യുന്നവർക്കും നല്ല ആദായം കിട്ടുന്ന കാലഘട്ടമാണ്. കുറേ ധനപരമായ അനുഗ്രഹങ്ങൾ ഉണ്ടാകും, കുറച്ച് തടസ്സങ്ങളും ഉണ്ടാകും. പക്ഷേ 3-ൽ ശനി എന്ന് പറയുന്നത് വളരെ അനുകൂലമായിട്ടാണ്, അതായത് 90% അനുകൂലമായിട്ടായിരിക്കും വരുന്നത്. അതേസമയത്ത് 6-ലെ വ്യാഴം എന്ന് പറയുന്നത് അത്ര അനുകൂലമല്ല. അത്ര എന്നല്ല, ദൈവാധീനം വളരെ കുറയും. വ്യാഴത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള ദൈവാധീനം വളരെ കുറയുന്ന ഗ്രഹാവസ്ഥയാണ്. അപ്പോൾ ഈ 6-ലെ വ്യാഴം സഞ്ചരിക്കുന്ന കാലത്ത് പല വിധത്തിലുള്ള അബദ്ധങ്ങൾ ഒക്കെ നേരിടാനുള്ള സാധ്യതയുണ്ട്. ധനനഷ്ടം കുറച്ചൊക്കെ ഉണ്ടാകാം. കൃഷി സംബന്ധമായിട്ടല്ല, ഈ ഭൂമിയും കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ശനിയുടെ അനുഗ്രഹം ഉണ്ടായിരിക്കും. മറ്റ് ചില കാര്യങ്ങളിൽ ധനപരമായിട്ട് ലഭിക്കേണ്ട ആനുകൂല്യം ലഭിക്കാതെയോ അല്ലെങ്കിൽ ശത്രുക്കളുടെ ഉപദ്രവം മൂലം നമുക്ക് കിട്ടേണ്ടത് കിട്ടാതെയൊക്കെ സംഭവിക്കാം. കാരണം 6-ൽ വ്യാഴം നിൽക്കുമ്പോൾ വ്യാഴത്തിൻ്റെ പരദാനശേഷി കുറയുന്നു. അതുകൊണ്ട് തന്നെ പിന്നെ ശത്രുക്കളുടെ ശല്യം ആ സമയത്ത് വർദ്ധിക്കും. അപ്പം ഈ ശനി 2025 മാർച്ച് 29 ആകുമ്പോഴത്തേക്കും കുംഭൻ രാശിയിൽ നിന്ന് മീനത്തിലേക്ക് പ്രവേശിക്കും. അപ്പോൾ ധനുക്കൂറുകാരെ സംബന്ധിച്ച് കണ്ടക ശനി തുടങ്ങും. അതേസമയം തന്നെ മെയ് മാസത്തിൽ 2025 മെയ് മാസത്തിൽ വ്യാഴം ഇടവത്തിൽ നിന്ന് മിഥുനത്തിലേക്ക് വരുമ്പോൾ ധനുക്കൂറിൽപ്പെട്ട ഉത്രാട നക്ഷത്രക്കാരുടെ 7-ാം ഭാവത്തിലാണ് വ്യാഴം എന്നുള്ളത് കൊണ്ട് അവർക്ക് ധനപരമായിട്ട് ഗുണം ഉണ്ടാകും. 4-ലെ കണ്ടകശനിയുടേതായ ദോഷങ്ങളും ഉണ്ടാകും. അപ്പോൾ അങ്ങനെ മാറിയും മറിഞ്ഞും വരുന്ന ഭാഗ്യാനുഭവങ്ങളാണ് അവർക്ക് ഉണ്ടാകുന്നത്. പല മേഖലകളിൽ പല രീതിയിലുള്ള അനുഭവങ്ങളാണ് ഉണ്ടാകുന്നത്. വ്യാഴം എന്ന് പറയുന്നത് ശുഭകരമായ ഒരുപാട് കാര്യങ്ങൾ നമ്മളിലേക്ക് എത്തിക്കുന്ന ഒരു ഗ്രഹമാണ്. ദൈവാനുഗ്രഹത്തിൻ്റെ പ്രതീകമായിട്ടാണ് വരുന്നത്. അപ്പോൾ ഈ വ്യാഴം 6-ൽ നിൽക്കുമ്പോൾ ദൈവാധീനം കുറയും. അതേസമയത്ത് ശനി 3-ൽ നിൽക്കുന്നതുകൊണ്ട് ധനലാഭം ഉണ്ടാവുകയും ചെയ്യും. അതുമൂലമുള്ള കാര്യങ്ങളിൽ, ശനിക്ക് പറയുന്ന കാര്യങ്ങളിൽ, ശനിയെ സംബന്ധിച്ച് പറയുന്ന വ്യാപാര രംഗങ്ങളിൽ, കൃഷിയെ, ഭൂമി വിൽപ്പനയിലൂടെ ഒക്കെ, അതുപോലെ തന്നെ ചില എളുപ്പ വഴികളിലൂടെയൊക്കെ നമുക്ക് ധനം ലഭിച്ചേക്കാം. വ്യാഴം എപ്പോഴും നേരായ മാർഗ്ഗത്തിൽ കൂടെ അല്ലെങ്കിൽ ഡയറക്റ്റായിട്ടുള്ള ഒരു രീതിയിൽ ധനം നമ്മളിലേക്ക് എത്തിക്കുകയുള്ളൂ. അതാണ് ഗ്രഹങ്ങൾ തമ്മിലുള്ള വ്യത്യാസം. അപ്പം മകരക്കൂറിൽപ്പെട്ട ഉത്രാട നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഗ്രഹസ്ഥിതി അല്പം വ്യത്യസ്തമാണ്. ശനി അവർക്ക് 2-ലാണ് സഞ്ചരിക്കുന്നത്. അപ്പോൾ ധനഭാവത്തിൽ ശനി എന്ന് പറയുമ്പം ധനത്തിന് മുടക്കം വരും എന്നാണ് പൊതുഫലമെങ്കിലും മകരക്കൂറും ശനിയുടെ ആധിപത്യമുള്ള രാശിയാണ്, കുംഭവും ശനിക്ക് ആധിപത്യമുള്ള രാശിയാണ്. അപ്പോൾ രാശ്യാധിപൻ ആണ് ധനഭാവത്തിൽ വന്നിട്ടുള്ളത് എന്നുള്ളത് കൊണ്ട്, അതും മൂലത്രികോണ ക്ഷേത്രവും കൂടി ആയതുകൊണ്ട് ധനപരമായിട്ട് വലിയ ദോഷങ്ങളില്ലാതെ ഈ വർഷം കടന്നു പോകാനായിട്ട് സാധിക്കും. അപ്പോൾ അവർക്ക് പിന്നെ 2025 മാർച്ച് ആകുമ്പോഴത്തേക്കും മകരക്കൂറിൽപ്പെട്ട ഉത്രാട നക്ഷത്രക്കാർക്ക് ശനി 3-ലേക്ക് പ്രവേശിക്കും. അപ്പോൾ 3-ൽ ശനി വരുന്നതും ഗുണകരമാണ്. അതുപോലെ തന്നെ വ്യാഴമാണെങ്കിൽ ഇപ്പോൾ
5-ലാണ് വ്യാഴം സഞ്ചരിക്കുന്നത്. പുത്രഭാവത്തിനൊക്കെ ഗുണകരമാണ്, ബുദ്ധിപരമായിട്ട് ഗുണകരമാണ്. പക്ഷേ ഈ 2025 മെയ് മാസം ആകുമ്പോഴത്തേക്കും വ്യാഴം 6-ലേക്ക് കടക്കും അവരെ സംബന്ധിച്ച്. അതായത് ശത്രുഭാവത്തിലേക്ക് കടക്കും. അപ്പോൾ വ്യാഴത്തിൻ്റെ ഫലദാന ശേഷി കുറയും. അപ്പോൾ ശനി അനുകൂലമായിട്ടും വ്യാഴം അനുകൂലമല്ലാതെയും വരും. അപ്പോൾ ഇങ്ങനെയുള്ളൊരു അനുഭവ വ്യത്യാസം ഈ സമയത്തുണ്ടാകും. അപ്പോൾ ആ സമയത്ത് വ്യാഴം മിഥുനത്തിലേക്ക് കടക്കുന്ന സമയത്ത് ഈ മകരക്കൂറിൽപ്പെട്ട ഉത്രാട നക്ഷത്രക്കാർക്ക് ശത്രുക്കളിൽ നിന്നുള്ള പലവിധ ഉപദ്രവങ്ങളൊക്കെ നേരിടേണ്ടി വരും. ഇനി രാഹുകേതുക്കളാണ് മറ്റ് പ്രധാന ഗ്രഹമാറ്റം എന്ന് പറയുന്നത്. രാഹു ഇപ്പോഴ് ധനുക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം 4-ലാണ് സഞ്ചരിക്കുന്നത്. അപ്പോൾ കുടുംബസ്ഥാനത്താണ് വ്യാഴം സഞ്ചരിക്കുന്നത്. അതിൻ്റേതായ ചില ബുദ്ധിമുട്ടുകളും അഭിപ്രായ വ്യത്യാസങ്ങളും ഒക്കെ ഉണ്ടായേക്കാം. അതുപോലെ തന്നെ കേതു കന്നി രാശിയിലൂടെയാണ് ഇപ്പോൾ സഞ്ചരിക്കുന്നത്. 2025 മെയ് മാസം ആകുമ്പോഴത്തേക്കും രാഹു മീനത്തിൽ നിന്ന് കുംഭത്തിലേക്ക് കടക്കും. അതായത് പുറകോട്ട് സഞ്ചരിച്ച് കുംഭത്തിലേക്ക് വരും. കേതു കന്നിയിൽ നിന്ന് പുറകോട്ട് സഞ്ചരിച്ച് ചിങ്ങത്തിലേക്ക് എത്തിച്ചേരും. അപ്പോൾ രാഹു ധനുക്കൂറുകാരുടെ 3-ലേക്കും മകരക്കൂറുകാർക്ക് 2-ലേക്കുമാണ് വരുന്നത് ആ സമയത്ത്. രാഹു 3-ൽ വരുന്നത് ഗുണകരമാണ്, 2-ൽ വരുന്നത് ഗുണകരമല്ല. വാക്കിൽ വിഷം കലരും എന്നാണ് പറയുന്നത്. രാഹുവിനൊരു വിഷത്തിൻ്റെ കാരകത്വം കൂടെ ഉണ്ട്. അപ്പം നമ്മുടെ വാക്കുകൾ പലപ്പോഴും മൂർച്ചയുള്ളതും വിഷലിപ്തവുമായി തീരും. അതുമൂലം ചില വിരോധങ്ങളും നേരിടേണ്ടി വരും എന്നുള്ള ഒരു ബുദ്ധിമുട്ടും ഉണ്ട്. അപ്പോൾ ശനി ഗുണകരമാണെങ്കിലും ഈ രാഹുവിൻ്റെ കാര്യമൊന്ന് സൂക്ഷിക്കുക. കാരണം നമ്മുടെ വാക്കുകൾ സംസാരത്തിൽ എപ്പോഴും ഒരു മാന്യതയും സത്യസന്ധതയൊക്കെ പാലിക്കാനായിട്ട് ശ്രദ്ധിക്കുക. മറ്റുള്ളവർക്ക് നമ്മുടെ വാക്കുമൂലം മുറിവേൽക്കാതെയും അവരെപ്പറ്റി ആരോപണം ഉണ്ടാകാതെയൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതാണ് താൽക്കാലിക ഗ്രഹാവസ്ഥകൾ ഈ ഒരു വർഷത്തേക്ക് ഉണ്ടാകുന്നത്. ഇനി നമുക്ക് പൊതുഫലത്തിലേക്ക് കടക്കാം. അപ്പോൾ പൊതുഫലം പറയുമ്പോൾ നമുക്ക് പഴയ സഹപാഠികളെയൊക്കെ കാണാനായിട്ട് ഈ വർഷം അനുഭവം ഉണ്ടാവും. അതുപോലെ തന്നെ ഉപരിപഠനത്തിന് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഉദ്ദേശിക്കുന്ന വിഷയങ്ങളിൽ പ്രവേശനം ലഭിക്കാനുള്ള യോഗമുണ്ട്. സമൂഹത്തിലെ ഉന്നതരുമായിട്ട് സൗഹൃദ ബന്ധത്തിൽ ഏർപ്പെടാനായിട്ട് സാധിക്കും. കൂടുതലും അത് ധനുക്കൂറിൽപ്പെട്ട ആൾക്കാർക്ക് കൂടുതലായിട്ട് അതിനുള്ള അവസരം ഉണ്ടാകും. സമൂഹത്തിൽ നല്ല സ്ഥാനമാനങ്ങളുള്ള കുറേ ആൾക്കാരെ പരിചയപ്പെടാൻ സാധിക്കും. മകരക്കൂറിലുള്ളവർക്ക് കുറച്ചുകൂടെ കാര്യക്ഷമതയുള്ള സുഹൃത്തുക്കളെ കിട്ടാനായിട്ട് ഈ കാലം സഹായിക്കും. പിന്നെ പുത്രജനങ്ങൾക്കൊക്കെ കാലം ഗുണകരമാണ്. മകരക്കൂറുകാരെ സംബന്ധിച്ച് കൂടുതൽ ഗുണകരമാണ്. വ്യാഴം 5-ലായതുകൊണ്ട് അതിൻ്റേതായൊരു അനുഗ്രഹം കിട്ടുന്നതാണ്. പിന്നെ അനുഭവജ്ഞാനമുള്ളവരുടെ ഉപദേശം സ്വീകരിച്ച് ഇൻവെസ്റ്റ്മെൻറ്റുകൾ നടത്തും. അതായത് പണം മുടക്കിയുള്ള ബിസിനസ്സുകളൊക്കെ നടത്തും. മകരക്കൂറുകാരെ സംബന്ധിച്ച് നിലവിൽ ലാഭകരമായിട്ട് ഇൻവെസ്റ്റ്മെൻറ്റുകൾ കൊണ്ടുപോകാൻ സാധിക്കും. ധനുക്കൂറുകാരെ സംബന്ധിച്ച് 6-ൽ വ്യാഴം നിൽക്കുന്നത് കൊണ്ട് ഇനി ലാഭം ഉണ്ടായാൽ പോലും അത് ചില ശത്രുതയ്ക്ക് കാരണമാകും എന്നുള്ളൊരു പ്രത്യേകതയും ഉണ്ട്. പക്ഷെ അതിലൊന്നും ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല. നമുക്കതിനുള്ള പരിഹാരവും ഇതിൻ്റെ അവസാനം ഞാൻ പറയുന്നുണ്ട്. ഈ പരസ്പര വിശ്വാസം നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥ കൂട്ടുകച്ചവടത്തിലൊക്കെ നേരിടാനുള്ള സാധ്യതയും ഉണ്ട്. പിന്നെ സഹപ്രവർത്തകർക്ക് സഹായമൊക്കെ ചെയ്യാനുള്ള അവസരങ്ങളുണ്ടാകും. ഉദ്യോഗം തേടുന്നവരെ സംബന്ധിച്ച് പഠിച്ച വിഷയത്തിനനുസൃതമായ ഉദ്യോഗം ലഭിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ ഒരുപാട് കാര്യങ്ങളിൽ അറിവ് നേടാനായിട്ട് ഈ വർഷം സാധിക്കുന്നതാണ്. വർഷമധ്യത്തോടെ കരാർ ജോലിക്കാർക്കൊക്കെ വളരെ ഗുണകരമാണ്. അതായത് കരാറെടുത്ത് നിർമ്മാണ പ്രവൃത്തികളൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് ഗുണകരമാണ്. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. കരാർ ജോലികൾ ചെയ്യുന്ന ആളുകൾക്ക് ഗുണകരമാണ്. അപ്പോൾ നല്ല കോൺട്രാക്റ്റുകൾ കിട്ടാനും അതിൽ നിന്ന് സാമാന്യം നല്ല ലാഭം കിട്ടാനും ഒക്കെയുള്ള യോഗമുണ്ട്. കർമ്മ മേഖലകളിൽ ക്രമാനുഗതമായ ഒരു വളർച്ച കിട്ടുന്നതാണ്. പിന്നെ വീട്ടിൽ പല മംഗളകർമ്മങ്ങളും നടക്കുകയും അതിലൊക്കെ പങ്കെടുക്കാനൊക്കെ സാധിക്കും. അവസരോചിതമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സ്വഭാവം വളർത്തിയെടുക്കുന്നതുകൊണ്ട് സമൂഹത്തിൽ ആദരവ് കിട്ടുന്നതാണ്. ഗവേഷണ രംഗത്ത് പ്രവർത്തിക്കുന്ന ഗവേഷകർക്കും ശാസ്ത്രജ്ഞർക്കുമൊക്കെ കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാകാൻ പറ്റുന്ന ഒരു വർഷമാണ്. പിന്നെ ക്ഷമയോടെ കാര്യങ്ങൾ കേൾക്കാനുള്ള ഒരു കഴിവ് ഈ സമയത്ത് ഉണ്ടാകും. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, രാഹുവിൻ്റെ ഒരു പ്രത്യേകത കൊണ്ട് വാക്കൊന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണ്. അതല്ലാതെ നമ്മളൊന്ന് അല്പം ശ്രദ്ധിച്ചാൽ നമുക്ക് സമൂഹത്തിൽ നല്ല സ്ഥാനമാനത്തോടു കൂടി തന്നെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. വർഷമധ്യത്തോടെ തന്നെ വളരെ സുവ്യക്തമായ രീതിയിൽ എന്തൊക്കെ ചെയ്യണം ഭാവിയിലേക്ക് എന്നുള്ളൊരു പ്ലാൻ രൂപീകരിക്കും. പിന്നെ സാമ്പത്തിക ചുമതലകളും യാത്രാക്ലേശമൊക്കെ വർഷമധ്യത്തിൽ അല്പം വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട്. ആത്മീയമായ പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെടാനുള്ള യോഗവും ഉണ്ടാകും. ദേവാലയ ദർശനം നടത്താനൊക്കെയുള്ള യോഗമുണ്ട്. വർഷ അവസാനം ആകുമ്പോഴത്തേക്കും
ഗ്രഹനിലകളൊക്കെ ഒന്ന് മാറുമല്ലോ. ആ സമയത്ത് പല നിക്ഷേപ പദ്ധതികളിലും പണം നിക്ഷേപിക്കാനുള്ള സാധ്യതയുണ്ട്. വിദഗ്ധരുടെ ഉപദേശം തേടുന്നതാണ്. ബുദ്ധിപരമായിട്ട് പ്രവർത്തിക്കുകയും വിദഗ്ധരുടെ ഉപദേശത്തോടു കൂടി തന്നെ നല്ല രീതിയിൽ മുന്നോട്ട് പോകാനും സാധിക്കും. മകരക്കൂറിൽപ്പെട്ട ഉത്രാട നക്ഷത്രക്കാർ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിച്ച് വേണം ചെയ്യാനായിട്ട്. കാരണം വ്യാഴം അവർക്ക് 6-ലാണ് ആ സമയത്ത് വരുന്നത്. വർഷാദ്യമാണ് മകരക്കൂറുകാർക്ക് നിക്ഷേപങ്ങൾക്കൊക്കെ കൂടുതൽ സുരക്ഷിതം. പിന്നെ വിഷുവൊക്കെ കഴിയുന്നതോടുകൂടി തന്നെ സേവന പ്രവർത്തനങ്ങളൊക്കെ ആരംഭിക്കാനുള്ള സാധ്യതയുണ്ട്. ഗൃഹനിർമ്മാണത്തിൽ പുരോഗതി ഉണ്ടാകും. അല്ലെങ്കിൽ ഒരു വീട് നിർമ്മിക്കാനായിട്ട് കുടുംബാംഗങ്ങൾ തമ്മിൽ ആലോചിച്ച് തീരുമാനിക്കാനുള്ളൊരു അവസരങ്ങൾ ഉണ്ടാകും. പിന്നെ വർഷാവസാനമാകുമ്പോഴത്തേക്കും സന്താനങ്ങൾക്ക് ശുഭകരമായ ധാരാളം അനുഭവങ്ങളുണ്ടാകും. പഠനമൊക്കെ നന്നായിട്ട് മുന്നോട്ട് പോകും. സ്വന്തം നാട്ടിലെ ഉത്സവ ആഘോഷങ്ങളിലൊക്കെ അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസപ്രകാരമുള്ള പള്ളിയിലോ ക്ഷേത്രത്തിലോ ഒക്കെയുള്ള ആരാധനകളിലും ആഘോഷങ്ങളിലൊക്കെ പങ്കെടുക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാകുന്നതാണ്. ജോലിയിലൊക്കെ ഇരിക്കുന്നവർക്ക് നല്ല ഭരണപാഠവും ഉണ്ടാകുന്നതാണ്. അവർക്കത് അതിനുള്ള അംഗീകാരവും ലഭിക്കുന്നതാണ്. വർഷാവസാനമാകുമ്പോഴത്തേക്കും വിനോദയാത്രകളൊക്കെ ചെയ്യാനുള്ള അവസരങ്ങൾ ഉണ്ടാകും. പക്ഷേ അവിടെയും മകരക്കൂറുകാർ വ്യാഴം 6-ലാണ് എന്നുള്ളത് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ രാഹു 2-ലുമാണ്. അപ്പോൾ ഈ യാത്രകളിൽ നമ്മൾ സംസാരം എത്ര തമാശയൊക്കെ പറഞ്ഞാലും അതിര് വിട്ട് പോകാത്ത രീതിയിലേ സംസാരിക്കാവുള്ളൂ. ഇല്ലെങ്കിൽ അബദ്ധം പറ്റും. വാക്കുകൊണ്ട് അബദ്ധം പറ്റാനുള്ള സാധ്യത തള്ളിക്കളയരുത്. ദൈവാധീനം കുറയുന്ന ഒരു സമയമാണ് എന്നുള്ള ഒരു ഓർമ്മ ഉള്ളിൽ ഉണ്ടായിരിക്കണം. ധനപരമായ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ധനച്ചെലവുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴും ആ കാര്യം ഉള്ളിൽ ഉണ്ടായിരിക്കണം. ധനുക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം 7-ലേക്ക് വ്യാഴം വരുന്നത് കൊണ്ട് ഈ പറഞ്ഞ പോലെ വിനോദയാത്രകളിലൊക്കെ കുറേ കൂടെ ആസ്വദിക്കാനായിട്ട് അവർക്കായിരിക്കും സാധ്യത കൂടുതൽ. പിന്നെ നമ്മുടെ വ്യാപാര രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് വർഷമധ്യത്തോടെ വളരെ അനുകൂലമായ കാലഘട്ടം ഉണ്ടാകും. മകരക്കൂറുകാർക്ക് വർഷത്തിൻ്റെ ആദ്യ പകുതി സാമാന്യം നല്ലതായിരിക്കും. നേരത്തെ പറഞ്ഞല്ലോ, ശനി 2-ൽ വരുന്നുണ്ട്. അല്പസ്വല്പം ശനിയുടെ സ്ഥാനം കൊണ്ടുള്ള പ്രശ്നം ഉണ്ടായാൽ പോലും ശനി സ്വന്തം രാശിയാധിപൻ തന്നെ ആയതുകൊണ്ട് കൂറിൻ്റെ അധിപനും 2-ാം ഭാവത്തിൻ്റെ അധിപനും ഒരാൾ തന്നെ ആയതുകൊണ്ട്, ഒരേ ഗ്രഹം തന്നെ ആയതുകൊണ്ട് ഗുണഫലങ്ങളാണ് കൂടാൻ സാധ്യത. അപ്പം വർഷത്തിൻ്റെ ആദ്യ ഭാഗത്ത് അവർക്ക് വ്യാപാര ലാഭമൊക്കെ കൂടുതൽ എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. വർഷാവസാനമാകുമ്പോഴത്തേക്കും ശനി അനുകൂലമായിട്ട് വരികയാണ്, 3-ലേക്ക് പോകുന്നതുകൊണ്ട് അവിടെയും വ്യാപാര ലാഭം ഉണ്ടാകും. വ്യാപാരം ആ സമയത്ത് കൂടുതൽ മേഖലകളിലേക്ക് വ്യാപിപ്പിക്കാനായിട്ട് സാധിക്കുന്നതുമാണ്. പിന്നെ ജീവിത പങ്കാളിയുമായിട്ട് നല്ല ബന്ധം പുലർത്താൻ സാധിക്കും. കുടുംബത്തിൽ പൊതുവെ സമാധാനം നിലനിൽക്കുന്ന ഒരു വർഷവുമാണ്. അപ്പോൾ ഇതാണ് നമുക്ക് സാമാന്യമായിട്ട് ഒരു വർഷത്തെ ഫലം എന്നുള്ള രീതിയിൽ പറയാം. നമുക്ക് പരിഹാര കർമ്മങ്ങളിലേക്ക് കിടക്കാം. ഇപ്പം ഉത്രാട നക്ഷത്രം 2 കൂറുകളിലായിട്ടാണ് വരുന്നത് എന്ന് പറഞ്ഞല്ലോ. അതിൽ ധനുക്കൂറിൽപ്പെട്ടവരെ സംബന്ധിച്ചിടത്തോളം ശനി ഇപ്പം 3-ലാണ് സഞ്ചരിക്കുന്നത്, അനുകൂലമായിട്ടാണ്. ഇനി ശനി 4-ലേക്ക് മാറി കണ്ടകശനിയാകുന്ന സമയത്ത് ശാസ്താവിന് നീരാഞ്ജനം, നെയ്വിളക്ക് തുടങ്ങിയ വഴിപാടുകൾ സമർപ്പിക്കുന്നത് ഏറ്റവും നല്ലതാണ്. അതുപോലെ തന്നെ നവഗ്രഹ ക്ഷേത്രത്തിൽ എള്ളുതിരി തെളിയിക്കാനും ശ്രദ്ധിക്കേണ്ടതാണ്. അതേ സമയത്ത് തന്നെ ജോലിക്കും ഒക്കെ ശ്രമിക്കുന്ന ആളുകൾ, കലാരംഗത്തെ ഉയർച്ചയ്ക്കൊക്കെ ശ്രമിക്കുന്നവർ ഹനുമാൻ സ്വാമിക്കൂടെ വഴിപാട് ചെയ്യുക. നാഗദൈവങ്ങൾക്ക് ഈ വർഷം കൃത്യമായിട്ട് വഴിപാട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. ആയില്യപൂജയോ 100 പാലും വഴിപാടോ അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടി സമർപ്പിക്കുകയോ വെറ്റിലയും പാക്കും നാണയവുമായിട്ട് സമർപ്പിക്കുകയോ പട്ട് സമർപ്പിക്കുകയോ ഒക്കെ ഓരോരുത്തരുടെയും ഓരോ ക്ഷേത്രത്തെയും ആചാരമനുസരിച്ച് നമുക്ക് ചെയ്യാം. അപ്പോൾ ഇതിലേതെങ്കിലും ഒരു വഴിപാട് നാഗദൈവങ്ങൾക്കും കൃത്യമായിട്ട് ചെയ്യേണ്ടതാണ്. കുടുംബദേവതയ്ക്കും വഴിപാട് ചെയ്യേണ്ടതാണ്. പിന്നെ വ്യാഴം ധനുക്കൂറിൽപ്പെട്ട ആളുകളെ സംബന്ധിച്ചിടത്തോളം വ്യാഴം ഇപ്പോൾ 6-ലാണ്. മഹാവിഷ്ണുവിന് നെയ്വിളക്ക് തെളിയിക്കുക, താമര പൂക്കൾ കൊണ്ട് അർച്ചന നടക്കുക, ചെയ്യുക. ഇതൊക്കെ നല്ലതാണ്. ശത്രുദോഷം കുറയുന്നതാണ്. ശത്രുദോഷം വളരെയേറെ വർദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ ദേവിക്കുള്ള വഴിപാടുകളുണ്ട്. ശത്രു സംഹാര പുഷ്പാഞ്ജലിയൊന്നും ചെയ്യേണ്ട കാര്യമില്ല. അല്ലാതെ തന്നെ ദേവിക്ക് ധാരാളം വഴിപാടുകൾ ഉണ്ട് ശത്രുക്കളുടെ ദോഷം കുറയ്ക്കാനായിട്ട്. നമ്മൾ ശത്രു നശിച്ചു പോകണം എന്നല്ല പറയേണ്ടത്, നമ്മളെപ്പോഴും ശത്രുതയാണ് പോകേണ്ടത്. കാരണം എല്ലാവരും ആത്യന്തികമായിട്ട് ഒരേ ചൈതന്യത്തിൻ്റെ ഭാഗങ്ങളായതുകൊണ്ട് തന്നെ നമ്മൾ ആ ശത്രു എന്ന് പറയുന്ന വ്യക്തിയെയല്ല, ശത്രുത എന്ന് പറയുന്ന ഭാവത്തെയാണ് നശിപ്പിക്കേണ്ടത്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ദേവിയോട് പ്രാർത്ഥിക്കുക. കുടുംബദേവതയ്ക്ക് പ്രാർത്ഥിച്ചാൽ തന്നെ നമുക്ക് ശത്രുതയിൽ നിന്നൊക്കെ നല്ല പ്രൊട്ടക്ഷൻ കിട്ടും, നല്ല സംരക്ഷണം നമുക്ക് കിട്ടുന്നതാണ്. അതോടൊപ്പം തന്നെ ഐശ്വര്യത്തിനായിട്ട് മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കുക. മകരക്കൂറുകാർ ശനിക്ക് പ്രത്യേകമായിട്ട് വഴിപാട് ചെയ്യണം. അവരുടെ രാശ്യാധിപൻ കൂടെയാണ്.
അപ്പം ശനി 2-ൽ സഞ്ചരിക്കുന്ന കാലമാണ്. അപ്പം ധനഭാവം പുഷ്ടിപ്പെടാനായിട്ട് ശാസ്താവിന് വഴിപാടുകൾ ചെയ്യുക, നീരാഞ്ജനം സമർപ്പിക്കുക, ശാസ്താവിന് എള്ളുതിരി തെളിയിക്കുക നല്ലതാണ്. അതുപോലെ തന്നെ ശനി ഭഗവാനും എള്ളുതിരി തെളിയിച്ച് പ്രാർത്ഥിക്കുന്നത് ഏറ്റവും നല്ലതാണ്. ശനിക്ക് നീലപ്പട്ട് സമർപ്പിക്കുന്നത് നല്ലതാണ്. പിന്നെ അവർക്ക് വ്യാഴം 5-ലാണ്. വ്യാഴത്തിൻ്റെ ഭാവം പൂർണ്ണമായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് വ്യാഴത്തിനും മഞ്ഞപ്പൂക്കൾ കൊണ്ട് അർച്ചനയോ മഞ്ഞപ്പട്ട് സമർപ്പിക്കുകയൊക്കെ ചെയ്യുന്നത് വളരെ ഗുണകരമാണ്. അപ്പോൾ നവഗ്രഹ ക്ഷേത്രത്തിൽ പോയിട്ട് ഈ ഗ്രഹസങ്കല്പത്തിലുള്ള വിഗ്രഹങ്ങൾക്ക് അർച്ചനകളും വിളക്കുമൊക്കെ സമർപ്പിക്കുക. മനപ്രയാസങ്ങൾ ഒക്കെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ ധാര വഴിപാട് ചെയ്യുന്നത് നല്ലതാണ്. മഹാദേവന് ധാര വഴിപാട് ചെയ്യാം. പിന്നെ ദേവിക്ക് അർച്ചനകൾ ചെയ്യാം. മഹാലക്ഷ്മിക്ക് അർച്ചന ചെയ്യുന്നതും വളരെ ഗുണകരമാണ്. പിന്നെ നിങ്ങളുടെ വിശ്വാസപ്രകാരമുള്ള പ്രാർത്ഥനകൾ എല്ലാ മതക്കാർക്കും ചെയ്യാവുന്നത് അന്നദാനം, ഔഷധദാനം ഒക്കെ ചെയ്യാം. പിന്നെ തീരെ ബുദ്ധിമുട്ടുള്ള വിദ്യാർത്ഥികൾക്കൊക്കെ പഠനോപകരണങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്യാം. പഠനത്തിന് സഹായിക്കുക. സൗജന്യമായിട്ട് ട്യൂഷൻ എടുത്ത് കൊടുത്താലും മതിയല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് പല ഉപകാരങ്ങളും ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ ഉത്രാട നക്ഷത്രക്കാർക്ക് ഈ വർഷം ചെയ്യാവുന്നൊരു പ്രധാന കാര്യമാണ് വിജ്ഞാനം പകർന്നു കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ അതൊക്കെ ചെയ്യുക. അതൊക്കെ വലിയ പുണ്യപ്രവൃത്തിയാണ്, ജ്ഞാനം പകർന്നു കൊടുക്കുന്നത്. അപ്പോൾ അതൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പം ഈ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കൂട്ടുകാർക്കും നിങ്ങളുടെ അയൽക്കാർക്കും ബന്ധുക്കൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നല്ലൊരു ഓണക്കാലം എല്ലാവർക്കും ആശംസിക്കുന്നു. നമസ്കാരം.